തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം അല്പനിമിഷത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ. യേശുവിനെ സ്നേഹിച്ച അനേകരുണ്ടായിരുന്നു. പക്ഷെ യേശുവിന്റെ മരണസമയത്ത് അവരെല്ലാവരും യേശുവിനെ വിട്ടുമാറി. യേശുവിനെ അനുഗമിച്ച സാഹചര്യം നമ്മൾ നോക്കിയാൽ രോഗം സൗഖ്യമായവർ, മരിച്ചവരെ ഉയർപ്പിച്ചു കിട്ടിയവർ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ കണ്ടവർ, അപ്പം തിന്നവർ, ഇങ്ങനെ ഒരുപാട് പേർ വിടുതൽ പ്രാപിച്ചവരെല്ലാം എപ്പോഴും യേശു ഇവിടെ പോകുന്നുണ്ട്, അവിടേക്ക് ഞാനും ഉണ്ടെന്നുള്ള ഭാവത്തിൽ പുറകെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രതികൂലം വന്നപ്പോൾ, ഒരു പ്രശ്നം യേശുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെല്ലാവരും പിൻവാങ്ങിപ്പോയി. ജീവിതത്തിൽ സന്തോഷമുള്ളപ്പോൾ മാത്രം ദൈവത്തെ പിൻപറ്റുകയും ആഗ്രഹിച്ചത് നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ സ്വയം അപകടത്തിലാകുമെന്നുള്ള ധാരണ വരുമ്പോൾ വിശ്വാസം വിട്ടുകളഞ്ഞ് പുറകോട്ട് പോകുന്ന ഒരു വലിയ പ്രവണത സമൂഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അന്നും ഇന്നും. അതിന്റെ അനേക ഉദാഹരണങ്ങൾ തിരുവചനത്തിൽ തന്നെയുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തോടുകൂടെ ശിഷ്യന്മാരുടെ മനസ്സിൽ വന്ന ധാരണ ഇതാണ്: ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും നശിച്ചു. അവൻ ഇസ്രായേലിലെ രാജാവായിരിക്കേണ്ടുന്നവനാണ് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ എല്ലാ ആശകളും അസ്തമിച്ചിരിക്കുകയാണ്. യേശുവിനെ അവർ ക്രൂശിച്ചു, അവരെ കൊന്നു, ഒരു കല്ലറയിൽ അടക്കി. ആ കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് അവർ ഉരുട്ടി വെച്ചു. മാത്രമല്ല, ആരും ഇനി അത് തുറക്കുവാൻ ഇടയാകാതെ വണ്ണം ഇമ്പീരിയൽ മുദ്ര എന്ന റോമ ഗവൺമെന്റിന്റെ രാജകീയ മുദ്രയും പതിപ്പിച്ചു. ഈ സാഹചര്യമെല്ലാം മനസ്സിലാക്കിയ ശിഷ്യന്മാർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു: ഇനി ഞങ്ങളെ നടത്താൻ ഒരു ഗുരുവില്ല. യേശുവിന്റെ കാലം കഴിഞ്ഞു, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? അവർ ഉപജീവന മാർഗങ്ങൾ അന്വേഷിക്കും. നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കണ്ണോടിച്ചാൽ കാണുവാൻ കഴിയുന്നുണ്ട്. പത്രോസ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. 21-ാം അധ്യായത്തിലേക്ക് വായിക്കുമ്പോൾ, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. അപ്പം കൂടെ നിന്നവരും പറഞ്ഞു, ഞങ്ങളും വരും. ഒരു പ്രത്യേകത ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ഒരുവൻ പിന്മാറ്റത്തിൽ പോകുന്നുണ്ടെങ്കിൽ തനിയെ പോകത്തില്ല, ഒരാളെ കൂടെ കൊണ്ടുപോകും. ചിലപ്പം ചിലരെ കൂടെ കൊണ്ടുപോകും. ഒരുവൻ ദൈവസന്നിധിയിൽ നിന്ന് പിന്മാറിയാൽ അവൻ മാത്രമല്ല, അവന്റെ കുടുംബവും ചിലപ്പോൾ പോകും, ചിലപ്പോൾ അവന്റെ കൂട്ടുകാർ പോകും, അവന്റെ പ്രിയപ്പെട്ടവരൊക്കെ, അല്ലെങ്കിൽ അവന്റെ സർക്കിളിലുള്ളവരെല്ലാം പോകും. ഇവിടെ ഇതാണ് സംഭവിച്ചത്. ഈ പത്രോസിന്റെ വാക്ക് അവരെല്ലാവരും ഒരുപോലെ കൈയടിച്ച് സ്വീകരിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങളും വരികയാണ്. മക്തലക്കാരത്തി മറിയയുടെ മനസ്സിലുണ്ടായിരുന്ന കർത്താവിന്റെ സ്നേഹവും ശിഷ്യന്മാരുടെ മനസ്സിലുണ്ടായിരുന്ന കർത്താവിനോടുള്ള സ്നേഹവും തമ്മിൽ അജഗജാന്തരമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, അഭിഷേകത്തിൽ അവർ നിറയപ്പെട്ട ശേഷം അവർ ശക്തരായി, ഭയവും ഭീതിയുമെല്ലാം അവരിൽ നിന്ന് മാറി അവർ ധൈര്യത്തോടുകൂടി യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയ ആ സന്ദർഭം 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നു. അന്നു മുതൽ അങ്ങോട്ടാണ് ശിഷ്യന്മാർക്ക് കർത്താവിനോടുള്ള സ്നേഹം പ്രകടമായിരിക്കുന്ന വിധത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുവരെ യേശു എന്ന് പറയുമ്പോൾ മിണ്ടരുത്. അവർ ഭയപ്പാടോടെ ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടുവാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പലപ്പോഴും ആ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവർ ഭയപ്പാടോടെ മുറിക്കുള്ളിൽ യഹൂദന്മാരെ പേടിച്ചിരിക്കുകയാണ്. എന്നാൽ ദൈവം അവരുടെ ചിന്താഗതിക്ക് പിന്നീട് മാറ്റം വരുത്തുകയാണ്. ഞാനിവിടെ ചില കാര്യങ്ങൾ പറയട്ടെ. ഈ 12 ശിഷ്യന്മാരിൽ 11 പേരും ഒരുപോലെ തിബര്യാസ് കടലിൽ അവർ പഴയ തൊഴിലിന് വേണ്ടി പോവുകയാണ്. യേശു 3.5 വർഷം മുഴുവൻ അവരെ ഉപദേശിച്ച ഉപദേശങ്ങളെല്ലാം അവർ കേട്ടതാണ്. യേശുവിന് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞതും
പഴയതൊന്നും ഓർമ്മയില്ല. യേശു എന്ത് പറഞ്ഞെന്നോ, യേശു എന്ത് കാണിച്ചെന്നോ, എന്ത് പഠിപ്പിച്ചെന്നോ ഒന്നും അവർക്ക് ഓർത്തെടുക്കുവാൻ കഴിയാതെ വണ്ണം ഒരു ഭയത്തിന്റെ ആത്മാവ്, ഉപജീവനത്തിന്റെ ആത്മാവ്, ഭാവിയെ കുറിച്ചുള്ള ആശങ്കകളുടെ ആത്മാവ് അവരിൽ കയറി വ്യാപരിച്ചിരിക്കുകയാണ്. അതുമൂലം അവരിൽ വരുത്തിയ ആ മാറ്റങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് രാത്രി ഞാനിവിടെ പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ സ്പെസിഫൈ എന്ന് പറയുവാൻ ഓർപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. ഈ നിലകളിലുള്ള ഓരോ ദുഷ്ടചിന്തകൾക്കും ആത്മാവിനും നാം ആരും അധീനപ്പെടരുത്. അല്ലെ, എന്റെ കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ഭയാശങ്കകളോടുകൂടെ ഭാവിയെ നോക്കിക്കാണേണ്ടവനല്ല നീ. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭാവിയുണ്ട്. ഒരു ശത്രുവിന് അതിനെ തടയുവാൻ കഴിയുകയില്ല. അവർ പറയുന്നു, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. മീൻ പിടിക്കുന്ന ആ നാറ്റം വെച്ച തൊഴിലിൽ നിന്ന് യേശു അവരെ പിടിച്ചു കയറ്റി അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇന്നു മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞ് അവർക്ക് ഒരു പുതിയ ദൗത്യം കൊടുത്ത് ഒരു ശുശ്രൂഷയുടെ ഭാഗമാക്കി തീർത്തുകൊണ്ട് അത് യേശുവിനോട് കൂടെ കൊണ്ടുപോയതാണ്. അത്ഭുതങ്ങൾ അവർ കണ്ടു. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ പഴയ തൊഴിലിലേക്ക് പോവുകയാണ്. ഈ 11 പേരും മീൻ പിടിക്കാൻ പോയപ്പോൾ സംഭവിച്ച കാര്യം അവിടെ നമ്മൾ കാണുന്നുണ്ട്. രാത്രി മുഴുവനും വീശി, ഒന്നും കിട്ടിയില്ല. ഓർക്കേണ്ട കാര്യം ഇതാണ്, കർത്താവിനെ കൂടാതെ നാം എത്ര തുഴഞ്ഞാലും, എത്ര അധ്വാനിച്ചാലും, എത്ര ഉറക്കളച്ചാലും ഒന്നും മാറ്റം സംഭവിക്കുകയില്ല. നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്താനല്ലേ നീ പോയത്, നിന്റെ പട്ടിണി മാറ്റാനല്ലേ പോയത്. ഇപ്പോൾ കുറെ കൂടെ ക്ഷീണിതനായി, ഒരൊറ്റ മീൻ പോലും വലയിൽ കയറാതെ നിരാശരായി തീരുന്നിരിക്കുന്ന കൂട്ടം. അതും കുറച്ചു പേരാണോ പോയേക്കുന്നത് മീൻ പിടിക്കാൻ? 11 പേര്. ഒരു ചെറിയ പടക, നമ്മൾ വായിച്ചു വരുമ്പോ കാണാൻ കഴിയുന്നത് ഒരു ചെറിയ പടകാണ്. പുലർച്ചയായി 5-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ 21:5 ഇങ്ങനെ വായിക്കുന്നു, യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. വളരെ നിരാശയോടുകൂടെ ഒരു ഉത്തരം, എന്താണ്? ഇല്ല. എന്തെങ്കിലും? ഒന്നുമില്ല. കർത്താവ് ചോദിച്ചത് വളരെ ചിന്തനീയമായ ഒരു ചോദ്യമാണ്. കൂട്ട അല്പം എന്തെങ്കിലും ഉണ്ടോ? അതുപോലുമില്ല. ഈ ഉത്തരം പറയുമ്പോൾ അല്ലേ? സമർത്ഥരായ മീൻപിടുത്തക്കാരായിരുന്നു. അപ്പന്റെ കാലത്തെ തൊഴിൽ ഇത് തന്നെയാണ്. ഒട്ടും മോശക്കാരല്ല. ഗലീലക്കടലിൽ കിടന്നു വളർന്നു ജീവിച്ചവരാണിവർ. അതിന്റെ ആഴങ്ങളും പരപ്പും മീനിന്റെ ശേഷിയും വലയുടെ വലിപ്പവും ഒക്കെ അവർക്ക് നന്നായിട്ട് അറിയാം, എങ്ങനെ മീൻ പിടിക്കണമെന്ന്. പക്ഷെ ഇതൊന്നും ഫലത്തിൽ അവർക്ക് സഹായമായി തീർന്നില്ല. കർത്താവ് കരയിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? യേശുവാണെന്ന് അറിഞ്ഞില്ല. അവര് പറഞ്ഞു, ഒന്നുമില്ല. 6-ാം വാക്യത്തിൽ വായിക്കുന്നു, പടകിന്റെ വലത്തുഭാഗത്ത് വല വീശു, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. ഉടനെ അവർ വീശി. മീന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞു. മീൻ അകപ്പെട്ടു എന്ന് കഴിഞ്ഞപ്പോൾ, വലയിൽ മീൻ കുടുങ്ങിയെന്ന് കണ്ടപ്പോൾ പത്രോസിന് കാര്യം പിടികിട്ടി. എന്താ കാര്യം എന്നറിയാമോ? ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്. പത്രോസിനെ ഇതുപോലൊരു മീൻപിടുത്തത്തിലൂടെയാണ് കർത്താവ് തന്റെ പിന്നാലെ വിളിച്ചത്. അന്ന് അദ്ദേഹം വലയെല്ലാം കഴുകി വീട്ടിലേക്ക് ഇങ്ങനെ മടങ്ങാൻ നിൽക്കുമ്പോഴാണ് യേശു ആ കടൽ തീരത്ത് ചെല്ലുന്നത്, തന്റെ ബോട്ടിൽ കയറുന്നത്, എന്നിട്ട് ആഴത്തിലേക്ക് നീക്കാൻ പറയുന്നു. സ്തോത്രം. അപ്പോൾ തന്റെ സങ്കടാവസ്ഥ പറയുന്നുണ്ട്, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചത് ഒന്നും കിട്ടിയില്ല, ആഴത്തിലേക്ക് വലയിറക്കി, നിനക്ക് വല ഇറക്കി. അന്ന് നമ്മൾ വായിക്കുന്നത് ഇതാണ്. ലൂക്കോസ് 5-ലാണ് ആ ഭാഗം കാണുന്നത്. വായിക്കണ്ട. പെരുത്ത മീൻകൂട്ടം വലയിലകപ്പെട്ടു. തങ്ങളുടെ ബോട്ട് കൊണ്ട് വലിച്ചു കയറ്റാൻ പറ്റാത്തതുപോലെയുള്ള
ഒരു വലിയ മീൻപിടുത്തം അടുത്തുള്ളവരെ കൂട്ടി വിളിച്ചു. അത് യോഹന്നാനും സഹോദരൻ യാക്കോബുമായിരുന്നു. അവരെ വിളിച്ചു, അവരും കൂടെ സഹായിച്ചു. അങ്ങനെ കരയ്ക്ക് കയറ്റി. ആ പശ്ചാത്തലം തന്റെ മനസ്സിലുണ്ട്, ആ പഴയ അനുഭവം ഓർമ്മയുണ്ട്. വലയിൽ മീൻ കയറിയെന്ന് കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞു, ഇത് യേശുവാണ്. അനുഭവം ഉള്ളവർക്ക് മാത്രമേ അതിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വിഷയം പിടികിട്ടുള്ളൂ. നിന്റെ അനുഗ്രഹത്തിന്റെ പുറകിൽ ആരാണ്? യേശുവാണ്. ഈ ഒരു ഓർമ്മ എപ്പോഴും നല്ലതാണ്. സ്തോത്രം. വെറുതെ ഒന്നും കയറിയതല്ല. ഇതാര് പറഞ്ഞിട്ട് കയറിയതാ? യേശു പറഞ്ഞിട്ട് കയറിയതാ. പത്രോസ് പറഞ്ഞത് യേശുവാണ്. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇത് കർത്താവാകുന്നു എന്ന് പത്രോസ് പറഞ്ഞു. അത് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. യേശു സ്നേഹിച്ച ശിഷ്യൻ ചെയ്ത കാര്യമാണ് കേട്ടോ. 7-ാം വാക്യം വായിക്കും. അതായത് ഈ എഴുതുന്ന യോഹന്നാൻ, അതാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ. എപ്പോഴും യേശുവിന്റെ മാറോട് ചാരിയിരിക്കുന്ന ശിഷ്യൻ. പക്ഷെ അദ്ദേഹത്തിനും ഇത് യേശുവാണെന്ന് പറയാൻ പറ്റി. പത്രോസിന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ അങ്കി അരയിൽ ചുറ്റി ഒരൊറ്റ ചാട്ടം വെള്ളത്തിലേക്ക് നഗ്നനായി. പിന്നീട് കടന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനെ വിശദീകരിക്കുകയില്ല ഞാൻ. 8-ാം വാക്യത്തിൽ ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴം അധികം ദൂരത്തല്ലായികയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചുകൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. സ്തോത്രം. 12-ാം വാക്യത്തിൽ യേശു പറയുന്നു, അവരുടെ വന്ന് പ്രാതൽ കഴിച്ചുകൊണ്ടു. ഞാൻ ഈ സന്ദർഭം നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. അവൾ ശാന്തമായി ഒന്ന് ചിന്തിക്കുക. യേശുവിനെ കൂടാതെ മീൻ പിടിക്കാൻ പോയി. യേശുവിന്റെ മനോഭാവം എന്തായിരിക്കും അവരെ കുറിച്ച്? അവസാന നിമിഷം വരെ, 3.5 വർഷക്കാലത്തിന്റെ ആ ലാസ്റ്റ് മോമെന്റ് വരെ ശിഷ്യന്മാരോട് കൂടെയായിരുന്നു യേശു. അവരെ ഉപദേശം കൊണ്ട് മൂടി. അവരെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെല്ലാം സംശയങ്ങൾ ഉണ്ടായിരുന്നോ, എന്തെല്ലാം ജീവിതത്തിൽ അവർക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളുണ്ടോ, അതെല്ലാം ഉപദേശിച്ചു കൊടുത്ത് ഇങ്ങനെ ആയിരിക്കണമെന്ന് ഓരോ ദിനരാത്രങ്ങളിൽ ഉപദേശിച്ച് അവരെ ശക്തരാക്കി നിർത്തുവാൻ ആഗ്രഹിച്ച യേശുവിന്റെ വാക്കുകളെല്ലാം പാഴായി പോയ ഒരു യാഥാർത്ഥ്യം മുമ്പിൽ നിൽക്കുകയാണ്. ഈ ശിഷ്യന്മാരെല്ലാവരും ഇത്രയും യേശുവിൽ നിന്ന് പ്രാപിച്ച് പഠിച്ച് അനുഭവിച്ചിട്ട് ഇതെല്ലാം അവർ മറന്നു കളഞ്ഞല്ലോ, എന്നിൽ നിന്ന് അവർ അകന്നു പോയല്ലോ എന്നുള്ളതാണ് യേശു ആ കരയിൽ നിൽക്കുമ്പോൾ തന്റെ മനസ്സിലുള്ളത്. ഇതൊന്നും പുറത്തു ഭാവിക്കാതെ യേശു വളരെ ശാന്തമായി ഇടപെടുകയാണ്. ഇന്ന് രാത്രി ഇതിലൂടെ ഒരു ദൈവം പ്രകാശിപ്പിച്ചു തരുന്നു. നമ്മുടെ അനേക അനുസരണക്കേടുകൾ കർത്താവ് വകവയ്ക്കാതെ, നമ്മുടെ പോരായ്മകൾ കുറവുകൾ കർത്താവ് ഗണ്യമാക്കാതെ നമ്മോട് ഇന്നും അവൻ ശാന്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ വല നിറച്ച് മീൻ തരുന്നുണ്ട്, ഒരുക്കി വെച്ചത് നിനക്ക് വേണ്ടി തരുന്നുണ്ട്. ഇതൊക്കെയും നീ അനുഭവിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, എന്നിൽ കർത്താവ് പ്രസാദിച്ചിട്ടാണ്, നല്ല മറിച്ച് നീ രൂപവാന്തരപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു നിശബ്ദ സന്ദേശം അതിലൂടെ തരികയാണ്. സ്തോത്രം. ഈ അനുഗ്രഹമല്ല, ഞങ്ങൾ കാണിച്ചത് അനുസരണക്കേടാണ് എന്നുള്ള ഒരു വലിയ കുറ്റബോധത്തിനുടമകളായി അവർ മാറിക്കാണും. അതോടെ പരാമർശിച്ചിട്ടില്ല. സ്വാഭാവികമായും അങ്ങനെ നമുക്ക് ചിന്തിക്കാം. കാരണം ഈ വല നിറച്ചു കൊടുത്തത് അവർക്ക് ഭവനത്തിൽ നന്മ ഉണ്ടാകാൻ വേണ്ടി ദൈവം കൊടുത്താണോ? അല്ല. കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്താൻ, തന്റെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ വലിമ എത്രയെന്ന് അവരെ ഒരിക്കൽ കൂടി അറിയിക്കാൻ വേണ്ടി ചെയ്തതാണ്. സ്തോത്രം. അല്ലാതെ അവർ കുറച്ച് ദിവസം കൊണ്ട് പട്ടിണി കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ വലിയ ആവശ്യങ്ങളിലായിരിക്കും, അതുകൊണ്ട് അവർ കുറച്ച് നന്മ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു കൊടുത്തതല്ല. അങ്ങനെ കൊടുത്തായിരുന്നെങ്കിൽ അതിന് മുമ്പേ കൊടുക്കണമായിരുന്നു. ഇപ്പോഴെന്തുകൊണ്ട് കൊടുത്തു?
എന്തുകൊണ്ട് യേശു കടൽക്കരയിൽ ആ രാത്രിയിൽ അവിടെ ചെന്നു? എന്തുകൊണ്ട് ശിഷ്യന്മാരെ തേടി പോകേണ്ടി വന്നു? കർത്താവ് അവരെ ആക്കിയ സ്ഥാനത്ത് അവരില്ലിപ്പോൾ. അവരവരുടെ വഴിക്ക് പോയി. അതുകൊണ്ട് കർത്താവ് അവരുടെ പുറകെ വന്നതാണ്. ഒരു നല്ല ഇടയന്റെ ലക്ഷണമാണത്. അനുസരണം കെട്ട ആടുകൾ എവിടെയൊക്കെയോ മറഞ്ഞു കിടക്കുന്നു. അതിനെ തേടി എടുത്തുകൊണ്ട് മാറോട് ചേർത്തുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം കൊണ്ടുവന്ന് അതിന്റെ സ്ഥാനത്താക്കുക എന്നുള്ളത്. അതിനുവേണ്ടിയാണ് ഇറങ്ങിച്ചെന്നത്. ഈ വിസ്മയം അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, പിന്നെ അവരൊരിക്കലും വലയെടുക്കാൻ പോയിട്ടില്ല. സ്തോത്രം. അവർക്കത് ലജ്ജാകരമായി തീർന്നു. അവർക്ക് അപമാനകരമായി തീർന്നു പ്രവൃത്തി. അവർ സ്വയം ശോധന ചെയ്യുവാൻ തുടങ്ങി. ഞങ്ങൾ കർത്താവിൽ നിന്ന് വളരെയധികം ദൂരം സഞ്ചരിച്ചു പോയി, കർത്താവെ ക്ഷമിക്കണമേ. സ്തോത്രം. അവരുടെ ശാരീരിക ക്ഷീണത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി ഹല്ലേലൂയ അവർ കരയ്ക്ക് കയറിയപ്പോൾ നാം അവിടെ വായിച്ചത് ഇങ്ങനെയാണ്. 13-ാമത്തെ വാക്യത്തിൽ 12-ാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ. രാത്രി മുഴുവൻ വെള്ളത്തിൽ കിടന്നവരാണ്. വിശപ്പും ദാഹവും ശൈത്യവും ഒക്കെ അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയതെല്ലാം കർത്താവ് കരയ്ക്ക് ഒരുക്കി വെച്ചു. ഇവരെ കൊണ്ടുവന്ന ഒന്നും അല്ല കർത്താവ് അവർക്ക് കൊടുത്തത്. കർത്താവ് അത് മുന്നമേ ഒരുക്കി വെച്ചിരിക്കുക. ഈ കനലിൽ ചുട്ടത് അവിടെ ഒരുക്കി വെച്ചിരിക്കുക. പ്രിയ ദൈവവേദനയെ നീ അധ്വാനിച്ചിട്ട് നീ ഉണ്ടാക്കിയിട്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കാര്യങ്ങൾ നടക്കണമെന്ന് വിചാരിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം അതിനപ്പുറം ദൈവം നിനക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിവിടെ പറയാനിടയായി തീർന്നതുപോലെ ഹല്ലേലൂയ ദൈവം നിനക്ക് വേണ്ടി ഉള്ളത് മുന്നമേ കരുതി വെച്ചിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ കരുതലുകൾ അനുഭവിക്കുമ്പോൾ നീ ഓർക്കണം, എന്റെ ദൈവത്തോട് എനിക്കൊരു കടപ്പാടുണ്ട്. അവനെ പിൻപറ്റേണ്ട ആവശ്യകത എനിക്കുണ്ട്. ഹല്ലേലൂയ. അവന്റെ വാക്കനുസരിക്കേണ്ടതായിരിക്കുന്നു ഞാൻ. ഹല്ലേലൂയ. അവരെ പ്രാതൽ കഴിപ്പാൻ വിളിച്ചു. ഇവിടെ ഇതാ പത്രോസിനെ മടക്കിക്കൊണ്ട് വരുമ്പോൾ കർത്താവ് ഉപയോഗിക്കുന്നത് ആ 3 ചോദ്യങ്ങളാണ്. 3 പ്രാവശ്യം ആവർത്തിക്കുകയാണ്. നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? 3-ാമത്തെ ചോദ്യത്തിൽ ആകെ തകർന്നു. നിലവിളിച്ചുകൊണ്ട് മറുപടി പറയുകയാണ്. സങ്കടത്തോടെ ദുഃഖിച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഒരു വലിയ തകർച്ചയോടെ പത്രോസ് സമ്മതിക്കുകയാണ്. ഹല്ലേലൂയ. നാം പിന്നീട് കാണുന്നത് പത്രോസിനെ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രത്യേക ദൗത്യമായി ഹല്ലേലൂയ ജനസമക്ഷത്താണ്, ആയിരങ്ങളുടെ മുമ്പിലാണ്. ഇന്നലെ വരെ ഭയപ്പെട്ട് കഴിഞ്ഞിരുന്നവൻ, ഉപജീവനത്തിന് വേണ്ടി ചിന്തിച്ചിരുന്നവൻ, ഒരു കാലത്ത് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ സകലവും വിട്ടാണ് അങ്ങേ അനുഗമിച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് എന്താണ് അങ്ങ് തരാൻ പോകുന്നത്? ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിലൊന്നും കർത്താവ് വ്യക്തമായ ഒരു ഉത്തരവും ഭൂമിയിൽ വെച്ച് കൊടുത്തിരുന്നില്ല. പത്രോസിനോട് പറഞ്ഞു, നിങ്ങൾ കിട്ടാൻ പോകുന്നത് ഇസ്രായേൽ ഗോത്രങ്ങളെ ന്യായം വിധിക്കുന്ന പദവിയാണ്. അവര് വിചാരിച്ചത് വീടും സ്ഥലവും സ്വത്തുമാണ്, ഉപജീവന മാർഗങ്ങൾ ലഭിക്കുമെന്നാണ്. രാജാക്കന്മാർ, നീ രാജാവാകുമ്പോൾ ഞങ്ങൾ മന്ത്രിമാരായി അവിടെ ഇരിക്കുമെന്നാണ്. അതിന്റെ അനുഭവങ്ങളൊക്കെ സ്വന്തമാക്കാമെന്നുള്ള വ്യാമോഹം അവരുടെ മനസ്സിൽ മുതിച്ചിരുന്നതൊക്കെയാണ്. പക്ഷേ കർത്താവ് ഐഹികമായ ഒരു നന്മയും ശിഷ്യന്മാർക്കാകട്ടെ അല്ലെങ്കിൽ മനുഷ്യർക്ക് ആർക്കും വാഗ്ദാനം ചെയ്തില്ല. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, എന്നാൽ ഇതൊക്കെയും നിങ്ങൾക്ക് തരാമെന്നാണ് പറഞ്ഞത്. സ്തോത്രം. പത്രോസിനെയും ശിഷ്യന്മാരെയും വളരെ സ്നേഹമായ ഒരു എൻകൗണ്ടറിലൂടെ മടക്കിക്കൊണ്ടുവരുന്ന കർത്താവിന്റെ ഹല്ലേലൂയ പ്രവൃത്തിയാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ കാണുവാനുള്ളത്. 15-ാം വാക്യത്തിൽ ശീമോനെ വിളിച്ചു, വളരെ ശാന്തമായി അവരോട് ഇടപെടുക മാത്രമല്ല, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്ത്, അവർക്ക് അപ്പോൾ വിശന്നും ദാഹിച്ചും ഇരിക്കുന്നവർക്ക് അവരുടെ ശരീരം ബലപ്പെടേണ്ടതിന് ഹല്ലേലൂയ ഒരുക്കി വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്ത് അവരെ ഹല്ലേലൂയ കർത്താവോടെ ബലപ്പെടുത്തുവാനിടയായിത്തീർന്നു. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഈ അനുഭവങ്ങൾ എന്റെയും നിന്റെയും ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം എത്രയോ സന്ദർഭങ്ങളിൽ ഹല്ലേലൂയ അനുഭവിക്കുവാൻ അവസരം തന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള നടത്തിപ്പുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നാം പിന്മാറി പോയപ്പോൾ, നാം അനുസരണം കെട്ട് പോയപ്പോൾ, ദൈവത്തിൽ നകന്നു പോയപ്പോൾ, ദൈവം ആക്കി വെച്ച സ്ഥാനത്ത് നിന്ന് മാറിക്കളഞ്ഞപ്പോൾ കർത്താവ് നമ്മെ ശിക്ഷിച്ചില്ല. അവൻ വീണ്ടും നമ്മെ സ്നേഹത്തോടെ കൂട്ടി വരുത്തുകയായിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ
പിന്നത്തെ നീ അവന്റെ ഉത്തമ സാക്ഷിയായി തീരണം. അതിനുവേണ്ടിയാണ്. ഹല്ലേലൂയ. വീണ്ടും വീണ്ടും പഴയ സ്വഭാവത്തിലേക്കും പഴയ ജീവിതത്തിലേക്കും മടങ്ങി പോകാനല്ല, അവയിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവ് നിന്നെ ഏൽപ്പിച്ച ഒരു വലിയ ദൗത്യമുണ്ട്. അത് ചെയ്യണം. ഹല്ലേലൂയ. കടൽക്കരയിലായാലും ഹല്ലേലൂയ ജനസമൂഹത്തിൽ വെച്ചായാലും യേശുവിന്റെ ശിഷ്യന്മാരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ: എന്റെ കുഞ്ഞാടുകളെ മേയിക്കണം, മനുഷ്യരെ പിടിക്കുന്നവരായി നിങ്ങൾ മാറണം. ഹല്ലേലൂയ. ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ലോകജാതികളുടെ നടുവിൽ അത് സുവിശേഷമായി കടന്നു പോകണം. ഇതാണ് ദൗത്യം. തിരിച്ചറിയാൻ കഴിയാതെ, മനസ്സിലാക്കാൻ കഴിയാതെ ശിഷ്യന്മാർ വള്ളവും വലയും എടുത്ത് മുന്നോട്ട് പോയി. എന്നാൽ യേശു അവരെ ഇവിടെ മടക്കിക്കൊണ്ടുവരികയാണ്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഹല്ലേലൂയ, എത്രയോ സന്ദർഭങ്ങളിൽ നാമും എന്തിനു വേണ്ടി ഇവിടെ ആയിരിക്കുന്നുവെന്നോ, എന്താണ് നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതെന്നോ മനസ്സിലാക്കാൻ കഴിയാതെ, ഹല്ലേലൂയ സ്തോത്രം, ചിലവ് കഴിയാൻ വേണ്ടി, അല്ലെങ്കിൽ ധനം സമ്പാദിക്കാനാണെന്ന് വിചാരിച്ച് നാം അധ്വാനിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിനു വേണ്ടി അല്ല ദൈവം നമ്മെ കണ്ടിരിക്കുന്നത്. ഏതൊരു ക്രിസ്ത്യാനിയെ കുറിച്ചും ഏതൊരു ദൈവ വൈതലിനെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി അധ്വാനിക്കുക എന്നുള്ളതാണ്. കർത്താവ് എല്ലാവർക്കും ദൗത്യം കൊടുത്തു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നമുക്കുണ്ണാനും ഉടുക്കാനുമുള്ളതൊക്കെ ദൈവം തന്നമ്മെ നടത്തുമ്പോൾ നമ്മൾ അതിൽ സന്തോഷിച്ച്, ഹല്ലേലൂയ, ആവണക്കിന്റെ കീഴിൽ യോന ഇരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം ഹല്ലേലൂയ ഇരുന്നു പോകരുത്. ദൈവത്തിന് അറിയാം, ഹല്ലേലൂയ, ഈ ആവണക്കിനെ ഉണക്കാൻ ഒരു ദിവസം. യോന വിചാരിച്ചു ദൈവം എന്നില്ല, ഒത്തിരി പ്രസാദിച്ചു, ഞാൻ അവന്റെ ഇഷ്ടമൊക്കെ ചെയ്തല്ലേ ഇരിക്കുന്നേ, അതുകൊണ്ട് എനിക്ക് വേണ്ടി നല്ലൊരു ആവണക്കിനെ ഉണ്ടാക്കി തന്നിരിക്കുന്നു. ആവണക്കിന് കീഴിൽ ഇരുന്നുകൊണ്ട് യോന നോക്കുകയാണ്. പട്ടണത്തിൽ നിന്ന് പുക പൊങ്ങുന്നുണ്ടോ, നാശം വരുന്നുണ്ടോ, ജനം നശിച്ചോ, അത് കാണാൻ വേണ്ടി സന്തോഷിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ചില ദിവസങ്ങളായിട്ടും ഈ പുള്ളി ഇതിന്റെ കീഴിൽ നിന്ന് മാറുന്നില്ല. ദൈവം ഒരു വലിയ ദൗത്യം കൊടുത്ത് വിട്ടതാ. പക്ഷേ ആവണക്കിന്റെ കീഴിൽ നിന്ന് യോന മാറാത്ത കൊണ്ട് ദൈവം എന്ത് ചെയ്തെന്നാ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന നന്മകളെ തിരിച്ചെടുക്കുവാൻ ദൈവത്തിന് കഴിയും. അതിനുവേണ്ടിയല്ല ആവണക്ക് യോനയെ, ആവണക്കിനെ ദൈവം സൃഷ്ടിച്ചത് നീ ആവണക്കിനെ കീഴിൽ സദാകാലം ഇരിക്കാനല്ല, ഒരു തണലാകാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ ഉപജീവന മാർഗങ്ങളും നമ്മുടെ അനുഗ്രഹങ്ങളും എല്ലാം ഇത്രയുള്ള ഈ ഭൂമിയിൽ ഒരു തണൽ. ഈ തണൽ മാറിയ വേറൊരു തണൽ ദൈവം തരാം. ആവണക്ക് മാറിയാൽ വേറൊരു തണൽ ദൈവം തരാൻ ശക്തനാണ്. സ്തോത്രം. പക്ഷെ നീ ആവണക്കിനെ കീഴിൽ തന്നെ ഇരുന്ന് കളയുന്നത്. ഹല്ലേലൂയ. അതിന്റെ സുഖശീതളുമയിൽ, അതിന്റെ അനുഗ്രഹങ്ങളിൽ, ആ പച്ചപ്പിൽ, അത് ഇവിടെ ഇരിക്കുന്നതാണ് ഏറെ നല്ലതെന്ന് പറഞ്ഞ് നീ അവിടെ ഇരുന്ന് കളഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? ആവണക്കിനെ ഉണക്കിക്കളയും. കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ദൈവമക്കളെ, ഹല്ലേലൂയ, ആത്മാക്കളെ നേടുവാൻ ഉദ്യമിക്കേണ്ടവരെ, ഹല്ലേലൂയ, ജീവിത ക്രമീകരണത്തോടെ കർത്താവിന്റെ സ്നേഹത്തെ ലോകത്തിൽ വിളിച്ചു പറയുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ആവണക്ക് ശാശ്വതമല്ല, ദൈവം ഒരുക്കുന്ന ശുശ്രൂഷയാണ് ശാശ്വതമായിട്ടുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ നമുക്കൊന്ന് ചിന്തിക്കാം. അത് ചാഞ്ചല്യമുള്ളതാണോ, ദൃഢമാണോ, ഉറപ്പോടുകൂടിയുള്ള വിശ്വാസമാണോ, അതോ സന്ദർഭാനുസൃതമുള്ള ഒരു അനുഭവമാണോ? ഹല്ലേലൂയ. എല്ലാം ഒത്തിരിക്കുമ്പോൾ, നന്നായി കാര്യങ്ങൾ പോകുമ്പോൾ യേശുവിന്റെ ഹല്ലേലൂയ ശിഷ്യനെന്നും യേശു നല്ലവനെന്നും പറയാൻ നീ പഠിച്ചിട്ടുണ്ടാകാം. എന്നാൽ എല്ലാം പ്രതികൂലമാണ്, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് തോന്നുമ്പോഴും നിനക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ, യേശു മാറ്റമില്ലാത്തവനാണ്, അവൻ തന്റെ വാഗ്ദത്തം നിറവേറ്റും. ഞാനത് വിശ്വസിക്കുന്നു. സാഹചര്യങ്ങൾക്ക് അതീതമായി യേശുവിന്റെ വാക്കുകളെ വിശ്വസിക്കുവാൻ നിനക്ക് കഴിയുമോ? ഇന്ന് രാത്രി ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഹല്ലേലൂയ. വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കട്ടെ. ഉപജീവന ചിന്തകളല്ല ഹല്ലേലൂയ സ്തോത്രം നിന്നെ ഭരിക്കേണ്ടത്, ഭാവിയെ കുറിച്ചുള്ള ആശങ്കകളല്ല, അതിലും വലിയൊരു ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുന്നു. സ്തോത്രം. അവന്റെ നിയന്ത്രണത്തിലാണ് ഭാവി. ആര് കണ്ടു നാളത്തെ ദിവസം? ഈ ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും കണ്ടോ? ഇന്നത്തെ 12 മണി കണ്ടവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. സ്തോത്രം. നാളെ എന്ന ദിവസത്തിന്റെ അധിപൻ ജീവിച്ചിരിക്കുന്നു. അവൻ ഇവിടെ ഉണ്ട്. അവൻ അറിയാം നാളെ എന്ത് സംഭവിക്കുമെന്ന്. ഈ ലോകത്തിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല. എന്നാൽ കർത്താവിനറിയാം. ഇന്നലെ ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ, അനന്യനായവൻ, അവനിവിടെ ഉണ്ട്. അവന്റെ കരങ്ങളിലാണ് ഭാവി. ഹല്ലേലൂയ. അവൻ കൽപ്പിച്ചിട്ടല്ലാതെ വല്ലതും സംഭവിക്കും. ആശങ്കകളെ വിട്ടുകളയാം, ഭയപ്പാടുകളെ മാറ്റിക്കളയാം. ഹല്ലേലൂയ. നിന്റെ
ഭാവിയെ കുറിച്ച് കർത്താവ് വിചാരപ്പെടുന്നുണ്ട്. നിങ്ങളുടെ സകല ചിന്താകുലവും അവരുടെ മേലിട്ട് കൊള്ളുക. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം.